സർ, ഈച്ച് സ്റ്റുഡൻറ്റ് ഈസ് യുണീക്ക് അല്ലേ സർ? അപ്പം ഈ ഒരു യുണീക്നെസ് എന്ന് പറയുന്നത് പഠന വിഷയത്തിലാവാം, അല്ലെങ്കിൽ പാഠ്യേതര വിഷയത്തിലാവാം അല്ലേ? അപ്പോൾ ഈ ഒരു യുണീക്നെസ് തന്നെ അവരുടെ രക്ഷിതാക്കൾക്കുള്ള ഒരു ആശങ്കയ്ക്കും കാരണമാകാറുണ്ട്. കുട്ടികളുടെ പല തലത്തിലുള്ള അവരുടെ പ്രവൃത്തി മണ്ഡലത്തിലായാലും ചിന്താഗതിയിലും എല്ലാത്തിലുമുള്ള ഈ ഒരു യുണീക്നെസ് അവരുടെ രക്ഷിതാക്കളിലും ആശങ്ക ഉണർത്താറുണ്ട്. അപ്പം അത്തരത്തിലുള്ള ചില ആശങ്കകൾ നമ്മുടെ രക്ഷിതാക്കൾക്കുണ്ട്. അപ്പോൾ സർ ചോദിച്ചോളൂ. സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ തലമുറയിലെ കുട്ടികൾ വളരെ മിടുക്കന്മാരും അവർ വിവരസാങ്കേതിക വിദ്യയിൽ തന്നെ മുതിർന്നവരെക്കാളും കൂടുതൽ കഴിവ് തെളിയിക്കുന്ന കുട്ടികളാണ്. പക്ഷേ അപ്പോൾ തന്നെ ഏകദേശം ഒരു 10 മുതൽ 15% കുട്ടികൾ മാനസികമായ വെല്ലുവിളി നേരിടുന്നവരുമുണ്ട്. അപ്പോൾ അവരെ മറ്റു കുട്ടികളുടെ കൂടെ ചേർത്ത് അവരുടെ ഒരാളെ മാറ്റാൻ നമ്മുടെ സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുവാനായിട്ട് കഴിയുന്നത്? സാർ, യഥാർത്ഥത്തിൽ ഇപ്പോൾ CBSEയുടെ ഭാഗമായിട്ടെന്ന് മാത്രമല്ല, രാജ്യത്തൊട്ടാകെയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഒരു കർശനവും നിർബന്ധിതവുമാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സാർ സൂചിപ്പിച്ചതുപോലെ 15% എന്നുള്ളത് ഇങ്ങനെ കൂടി 40-50% എത്തുമെന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. നമ്മളതിനെ തിരിച്ചു പിടിക്കേണ്ടതായിട്ട് വരും. കാരണം ഇപ്പോൾ പറയപ്പെടുന്നതെന്ന് പറയുന്നത് ഒരു രക്ഷിതാവിന് തന്നെ ഒരു അച്ഛനും അമ്മയ്ക്കും 2 കുട്ടികൾ ജനിച്ചാൽ 2050 2060 ആണ്ടോടുകൂടി ആകുമ്പോൾ 2-ൽ ഒരാൾക്ക് ഇത്തരത്തിലുള്ള അതേർലി ഏബിൾഡ് ആയിട്ടുള്ള ഇതുണ്ടാവാം, ഓട്ടിസം പോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാമെന്നുള്ളതാണ്. അതിനെ എങ്ങനെ നമ്മൾ അതിജീവിക്കും എന്നുള്ളതിനെക്കുറിച്ചും ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഏതായാലും ശരി, ഇപ്പം തന്നെ സാർ സൂചിപ്പിച്ച 15-20% വരെയുള്ള കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള എബിലിറ്റീസ് ഉണ്ടാവാറുണ്ട്. അതൊരു ഇപ്പോൾ ടീച്ചർ നേരത്തെ സൂചിപ്പിച്ചൊരു യൂണിക്നെസ് എന്ന് പറയുന്നത് അവരുടേതായിട്ടൊരു യൂണിക് ഫീച്ചർ അവർക്കുണ്ടാവും. അത് കണ്ടെത്താൻ ഏറ്റവും കൂടുതൽ സാധിക്കുന്നത് അമ്മമാർക്കാണ്. അത് ആദ്യം അമ്മമാർക്കേ സാധിക്കുകയുള്ളൂ. പിന്നെ അമ്മയ്ക്ക് തുല്യമാകുന്ന ഒരു ടീച്ചർ ഉണ്ടാവുമെങ്കിൽ ഏതൊരു സ്കൂളിലായിരുന്നാലും അമ്മയ്ക്ക് തുല്യം, ചിലപ്പോൾ ഒരു പക്ഷേ അമ്മയെക്കാട്ടിലും കുഞ്ഞിന് കൂടുതൽ സ്വാതന്ത്ര്യത്തോടു കൂടി അമ്മയ്ക്ക് പകരം വയ്ക്കാൻ അമ്മയല്ലാതെ വേറെ ആരുമില്ല, അത് സമ്മതിക്കുന്നു. എന്നാൽ ചില സമയങ്ങളിൽ വളർന്നു വരുന്ന കുട്ടികളെ സംബന്ധിച്ച് പലപ്പോഴും അമ്മയെക്കാട്ടിലും ഒരു ടീച്ചറിന് ഒരു മാതൃതുല്യമായ സ്നേഹം നൽകിക്കൊണ്ട് അവർ മെറ്റേണൽ കെയറും ഈ ടീച്ചറിന് നൽകാൻ കഴിയും ചിലപ്പോൾ. അങ്ങനെ വരുമ്പോൾ ആ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ആ ടീച്ചറിനോട് വല്ലാത്തൊരു ബോണ്ടിങ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഈ പറയുന്ന ഇൻഹെറൻറ്റ് ടാലൻ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലുള്ള ഒരു പ്രത്യേകത ആ കുട്ടിക്ക് കാണും. അത് പാടാനാവാം, അല്ലെങ്കിൽ മറ്റ് കലാപരമായിട്ടുള്ള ഏതെങ്കിലും ആർട്ടിസ്റ്റിക്കൽ ടാലൻസ് ആവാം, അല്ലെങ്കിൽ സ്പോർട്സ് രംഗത്താവാം. എന്തെങ്കിലും ഒരു കഴിവില്ലാതെ ഒരു കുഞ്ഞും ജനിക്കുന്നില്ല. അതുകൊണ്ട് ഏത് സ്കൂളിലായിരുന്നാലും അത്തരം കുട്ടികളെ ഉൾക്കൊള്ളണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ നയം. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിൽ അത്തരം കുട്ടികൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഏജ് കഴിയുമ്പോൾ അവർക്ക് ഒരുപക്ഷെ അക്കോമഡേറ്റ് ചെയ്യാൻ ഇല്ലാതെ ബുദ്ധിമുട്ട് വരാം. അങ്ങനെ വരുമ്പോഴും മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരു സ്പെഷ്യൽ സ്കൂൾസിലേക്കും മറ്റും കൊണ്ടുപോകേണ്ടി വരുന്നത്. അതല്ലാതെ ഒരു പരിധിവരെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യും. ഇനി നമ്മുടെ സ്കൂളിലെ ഇതുവരെയുള്ള അനുഭവവും ചരിത്രവും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും 3rd സ്റ്റാൻഡേർഡിൽ എത്തുമ്പോൾ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ചേഞ്ച് സംഭവിക്കാറുണ്ട്. UKG ഫസ്റ്റിലാകുമ്പം 2nd and 3rd അഥവാ ഈ 8 വയസ്സിൽ നിന്ന് 9 വയസ്സിലേക്ക് കടക്കുന്ന 8 വയസ്സിൽ കുട്ടികൾ വളർന്നു വരുന്ന സന്ദർഭത്തിലാണ് ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഉണ്ടാകുന്നത്. ആ സമയത്ത് ഒരുപക്ഷെ നന്നായി സംസാരിക്കാത്ത, അല്ലെങ്കിൽ മറ്റ് ബിഹേവിയറൽ പ്രോബ്ലംസ് കാണിച്ചിരുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അതേർലി ഏബിൾഡായിട്ട് നമ്മൾ അക്കോമഡേറ്റ് ചെയ്ത കുട്ടിക്ക് ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. നോർമലായിട്ടുള്ള മറ്റ് സ്റ്റുഡൻസിനോടൊപ്പം തന്നെ പഠനത്തിലും മറ്റ് പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികവ് പുലർത്തുന്ന രീതിയിൽ മാറിയിട്ടുള്ള പല കുട്ടികളും ഞങ്ങളുടെ സ്കൂളിൽ ഉണ്ടായിരുന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാ ടീച്ചേഴ്സിനും മാത്രമല്ല ക്ലാസ്സുകളിലുള്ള മറ്റു കുട്ടികൾക്കും ഈ കുട്ടിയെ അക്കോമഡേറ്റ് ചെയ്യാൻ ഒരിക്കലും ആ കുട്ടിയെ ഒറ്റപ്പെടുത്താത്ത രീതിയിൽ കൊണ്ടുപോകാൻ ആ സ്കൂളിന് കഴിയണം. അധ്യാപകർക്ക് പൊതുവേ കഴിയണം, ക്ലാസ് ടീച്ചറിന് പ്രത്യേകമായി കഴിയണം. ഈ പറയുന്ന പർട്ടിക്കുലറായിട്ടൊരു ടീച്ചർ അതിനകത്ത് കാണും എന്ന് ഞാൻ പറഞ്ഞു. അത് ക്ലാസ് ടീച്ചറാവാം, മറ്റേതെങ്കിലും സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന ടീച്ചറും ആവും. അത് ആ കുട്ടിയാണ് തിരഞ്ഞെടുക്കുന്നത്, ടീച്ചറല്ല. ഒരു കുട്ടിക്ക് പെട്ടെന്ന് ഒരു ടീച്ചറിനോട് വല്ലാതെ ഇൻറ്റിമസി തോന്നും. ഒരു അക്ഷരാർത്ഥത്തിൽ നമ്മൾ പ്രണയമെന്ന് പറയുന്നതിന് തുല്യമായ ഒരു ഇഷ്ടമാണ് 6, 7, 8, 9 വയസ്സായ കുട്ടിക്ക് ആ ടീച്ചറിനോട് തോന്നുന്നത്. ആ ഒരു പരസ്പരമുള്ളൊരു നല്ല ബന്ധം, ആ പ്രണയാതുരമായിട്ടുള്ള ബന്ധം, പഴയ കാലത്തെ പ്രണയമാണെന്ന് മാത്രം. അപ്പോൾ ആ ഒരു ബന്ധത്തിലൂടെ അവർ തങ്ങളിൽ നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യും. ഈ കുട്ടി ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ അക്കോമഡേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഒരിക്കലും
ആ കുട്ടികൾക്ക് പിന്നെ ആ പഴയ വിഷമങ്ങൾ ഉണ്ടായതായിട്ട് അമ്മ പോലും തിരിച്ചറിയില്ല, അച്ഛൻ പോലും മറന്നുപോകും. അവരുടെ റിലേറ്റീവ്സും സമൂഹവും പോലും ഈ കുട്ടി പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ എന്ന് മറന്നുപോകും. ആ കുട്ടിക്ക് അതറിയില്ല, അറിയണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള ഒരു വളരെ മിറക്കിൾസ് നമ്മുടെ സ്കൂളിൽ സംഭവിക്കാറുണ്ട്. അത് എല്ലാ സ്കൂളിലും സംഭവിക്കും. നമ്മുടെ സ്കൂളിൻ്റെ മാത്രം പ്രത്യേകതയൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. അതിനുള്ള എല്ലാ ഇനിഷ്യേറ്റീവും സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്, ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന്, ഒപ്പം പാരൻസിൻ്റെ സപ്പോർട്ടും വേണം. സർ, പലപ്പോഴും ഇപ്പോൾ സാറ് പറഞ്ഞു പാരൻസിൻ്റെ സപ്പോർട്ട് വേണമെന്ന്. ഇപ്പം പലപ്പോഴും സാർ പറഞ്ഞതുപോലെ തന്നെ അധ്യാപകർ അമ്മയായി തന്നെ നിന്നുകൊണ്ട് ആ ഒരു സമയത്ത് KG മുതൽ തന്നെ, അല്ലെങ്കിൽ അവർ പ്രൈമറിയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് തീർത്തും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന പല ബിഹേവിയറൽ ചേഞ്ചസും കുട്ടികളിൽ അധ്യാപകർക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അപ്പം അത് സ്കൂളിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്കുള്ളതാവാം ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കളെ നമ്മളിത് അറിയിക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ ഒപ്പം നമുക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കണം, കുട്ടിയുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് ഒരു കൊച്ചു പ്രായത്തിലേ തന്നെ അത് മാറ്റിയെടുക്കാനുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പല പാരൻസും അത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അല്ലെങ്കിൽ ടീച്ചേഴ്സിനൊപ്പം നിൽക്കാനോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിലെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരിത് എല്ലാ പാരൻസും അല്ല സർ, ബട്ട് കുറച്ച് പാരൻസിൻ്റെ അടുത്തുനിന്ന് നമുക്കുണ്ടാകുന്നൊരു അനുഭവമാണത്. അപ്പം അങ്ങനെയുള്ള രക്ഷിതാക്കളോട് സാറിന് എന്താണ് പറയാനുള്ളത്? രക്ഷിതാക്കളോടായിട്ടൊന്നും എനിക്ക് പറയാനില്ല, അധ്യാപകരോടായിട്ട് പറയാനുള്ളൂ. ഞാനിത് എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഒരു പരിധി വരെ കഴിവെങ്കിൽ പരിധിക്കപ്പുറവും ഇത്തരം അധ്യാപകർക്ക് അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾ, കുട്ടിയെ കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ രക്ഷിതാവിനെ അറിയിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം രക്ഷിതാവിനത് അറിയാമായിരിക്കാം, പക്ഷേ രക്ഷിതാവ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഏതൊരു കാക്കയ്ക്കായിരുന്നാലും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയുന്നത് പോലെ ചിലപ്പോൾ അറിയാറുമില്ല. വാസ്തവത്തിൽ പലപ്പോഴും തരത്തിൽ അച്ഛനോ അമ്മയോ സ്വന്തം കുട്ടിയിലുണ്ടേതായിട്ടുള്ള കുറവുകൾ, പോരായ്മകൾ അവർ തിരിച്ചറിയണമെന്നില്ല. കാരണം അവർ കരുതുന്നത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ന്യൂജൻ പാരൻസ് എന്ന് പറയുന്ന പോലുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള അമ്മയ്ക്കും അച്ഛനും അവർ കൂട്ടുകുടുംബത്തിലല്ല ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ ജനിക്കുന്ന കുട്ടിയുടെ ചേഷ്ടകൾ, പെരുമാറ്റ രീതികളൊക്കെ കാണുമ്പോൾ ഇതാണ് കുട്ടി, ഇങ്ങനെയാണ് ആൺകുട്ടി അല്ലെങ്കിൽ ഇങ്ങനെയാണ് പെൺകുട്ടി എന്നുള്ളൊരു ധാരണയിൽ അവരെത്തിപ്പോവാം. പക്ഷേ ആ കുട്ടിക്ക് പലതരത്തിലുള്ള ഒരുപക്ഷെ ടോയ്ലറ്റ് എക്സ്പീരിയൻസ് ഇതുപോലും ട്രെയിനിങ് പോലും കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. അത് പ്രോപ്പറായിട്ട് യൂറിനേറ്റ് ചെയ്യേണ്ടത് എവിടെയാണെന്നറിയില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാറുണ്ട്. പക്ഷേ ഇത് കുട്ടി അവർ കരുതുന്നത് ഇങ്ങനെ ആയിരിക്കാം, അത് ബെഡിലായിരിക്കാം, കുട്ടികളെ ഒരു ഏജ് വരെ ബെഡിൽ യൂറിനേറ്റ് ചെയ്തേക്കാം. അല്ലെങ്കിൽ അവർ പക്ഷേ സംസാരിക്കുന്നതിനകത്ത് ഒരു കൊഞ്ഞുണ്ടാവാം എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് നല്ല ഉച്ചാരണശേഷി, നല്ല പ്രൊണൗൺസിയേഷൻ പവർ ആ കുട്ടിക്ക് കിട്ടിയിരിക്കണമെന്നില്ല. പക്ഷേ അവർ കരുതുന്നത് 6-7 വയസ്സൊക്കെ ആകുമായിരിക്കാം എന്നൊക്കെ അവർ ധരിച്ചേക്കാം. അപ്പോൾ അങ്ങനെയുള്ളത് മാറ്റിയെടുക്കാൻ സ്കൂളിൽ കഴിയും. അത് ടീച്ചേഴ്സിന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ കഴിയുന്നത് പിയർ ഗ്രൂപ്പിനാണ്. അതുകൊണ്ടാണ് പലപ്പോഴും യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ 3 to 8 ഏജ് എന്ന് പറയുന്ന രീതിയിലേക്ക് 5 to 8 പറഞ്ഞ 10+2 സിസ്റ്റത്തിൽ നിന്ന് മാറി 3 to 18 എന്ന് പറയുന്ന ഏജിലേക്ക് വരുന്നത്. ഇതിൻ്റെ കാരണം തന്നെ 2-3 വയസ്സ് മുതൽ തന്നെ കുഞ്ഞുങ്ങളെ സ്കൂളിലോ അംഗനവാടികളിലോ ബാലവാടികളിലോ ഇതുപോലെ കിൻഡർഗാർട്ടനുകളിലോ വിടണമെന്ന് പറയുന്നതിൻ്റെ കാരണം അവർക്ക് പിയർ ഗ്രൂപ്പിലുള്ളൊരു ലേണിംഗ് അറ്റ്മോസ്ഫിയർ കിട്ടണമെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളത് മാറി വരും. പാരൻസിന് അത് അറിയിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. അഥവാ പാരൻസ് അറിയുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും റിയാക്ട് ചെയ്യും. എൻ്റെ കുട്ടിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അംഗീകരിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. പക്ഷേ ആ കുട്ടിയെ മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്വം അധ്യാപകർക്കുണ്ട്. അത് എല്ലാ സ്കൂളുകളിലെ അധ്യാപകർക്കും ഉണ്ട്. അത് മാറും, ഒരു പരിധിവരെ മാറും. 100% മാറണമെന്നില്ല. ബട്ട് ഈവൻ 90% എബോവ് മാറിക്കഴിഞ്ഞാലും പാരൻസ് ഹാപ്പിയാണ്, കുട്ടി അതിനേക്കാളേറെ ഹാപ്പിയാണ്. കുട്ടി ഒരിക്കലും മറ്റുള്ള കുട്ടികളെ ഒറ്റപ്പെടുത്താതെ നോക്കേണ്ടത് അധ്യാപകരുടെ ഉത്തരവാദിത്വമാണ്. മറ്റുള്ള കുട്ടികൾ അധ്യാപകരോ രക്ഷിതാക്കളോ ഒറ്റപ്പെടുത്തിയാലും കുട്ടിക്ക് വിഷമം ഉണ്ടാവില്ല. പക്ഷേ ഓടും ഔട്ട് പോലെ മറ്റുള്ള കുട്ടികളെ ഈ കുട്ടിയെ ഒറ്റപ്പെടുത്തുമ്പോൾ ആ കുട്ടിക്ക് വല്ലാതെ വളരെയധികം മാനസിക വിഷമം ഉണ്ടാകും. അതിനെ മാറ്റിയെടുക്കാൻ ഡോക്ടേഴ്സിന് പോലും കഴിഞ്ഞെന്ന് വരില്ല. സർ, നമ്മുടെ ഇപ്പോഴത്തെ വരുന്ന തലമുറയിലെ കുട്ടികൾക്ക്, മെജോറിറ്റി അല്ലെങ്കിലും കുറച്ചെങ്കിലും കുട്ടികൾക്ക് ലെവൽ ഓഫ് കോൺഫിഡൻസ് കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ ന്യൂജൻ കുട്ടികൾക്ക് എങ്ങനെ നമുക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അതിനായിട്ടുള്ള എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് സാറിന് നൽകാനായിട്ട് സാധിക്കുന്നത്? ലെവൽ ഓഫ് കോൺഫിഡൻസ് പാരൻസിനെയും കൂടി ആശ്രയിച്ചിട്ടാണ് എപ്പോഴും. അത് സ്കൂളിനല്ല, ഞാൻ സ്കൂളിൻ്റെ ഉത്തരവാദിത്വം മാറുന്നതല്ല.
കാരണം വീട്ടിൽ കുട്ടികൾ വളർന്നു വരുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, കുട്ടി ഒരു വിളക്കിൽ ചെന്ന് തീയിൽ തൊട്ട് കഴിഞ്ഞാൽ തൊട്ടത് പൊള്ളും എന്ന് പറഞ്ഞ് അരുത് നോ 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 എന്ന് പറഞ്ഞ രീതിയിൽ ഇങ്ങനെ വിഡ്രോ ചെയ്യുന്നത് മുഴുവൻ അമ്മമാരാണ്, രക്ഷിതാക്കളാണ്. അത് തന്നെയാണ് അതിൻ്റെ തുടക്കം. അപ്പോൾ അതല്ല, അവൻ തൊട്ടോട്ടെ, തീയിലൊന്ന് തൊട്ടോട്ടെ, അതൊന്ന് കയ്യൊന്ന് പൊള്ളിക്കോട്ടെ. അപ്പോൾ പൊള്ളുമ്പോഴാണ് മനസ്സിലാവുന്നത് തീയാണ്, ഇത് ജലമല്ല, വായുവല്ല, തീയാണ്. അപ്പോൾ പൊള്ളും. അപ്പോൾ ഇച്ചിരി അത് പൊള്ളിക്കഴിഞ്ഞാൽ കുറച്ചൊരു വെർണോളോ അല്ലെങ്കിൽ വീക്കോയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓയിൻമെൻറ്റ് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ മാറും. അല്ലെങ്കിൽ നല്ല ഐസ് വെള്ളത്തിൽ കൈ മുക്കി വെക്കാൻ പറയും. അതൊക്കെ ചെയ്യണ്ടേ, അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നതിലൂടെ പതിയെ കുട്ടിയിൽ കോൺഫിഡൻസ് വളർത്തിയെടുക്കാൻ രക്ഷിതാക്കൾ, അമ്മമാർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണമെന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് സ്കൂളിൽ എത്തിക്കഴിയുമ്പോൾ സ്കൂളിലും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ കുട്ടികൾ എന്തൊക്കെ അവരുടെ ഭാഗത്ത് തെറ്റായിട്ടുള്ള ആൻസർ എഴുതി തെറ്റാണ്, എന്തോന്ന് വല്ലാതെ ദേഷ്യപ്പെട്ട് വഴക്ക് പറഞ്ഞതല്ല, തെറ്റിപ്പോയി. കുട്ടികൾ അതുകൊണ്ടല്ലേ കുട്ടികളായത്. അപ്പോൾ തെറ്റിക്കുന്നതിനെ കുറ്റപ്പെടുത്താതെ മോനെ കുഴപ്പമില്ല, അതല്ലേ മോനെ ഇതല്ല നമുക്കിത് ഇങ്ങനെയാണ് എഴുതേണ്ടത്, തെറ്റിയെന്ന് പോലും പറയരുത്. കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പോലും ഒരു കുട്ടിയെ, ഒരു പ്രത്യേകിച്ച് 3, 4, 5 വയസ്സിലുള്ള കുട്ടികളെ വസ്തുത തെറ്റി, പക്ഷെ തെറ്റി എന്നുള്ള വാക്ക് പറയാനോ ആ കുട്ടിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലോ ഒരു രക്ഷിതാവും പറയാൻ പാടില്ലെന്നുള്ളതുപോലെ അതിനേക്കാളുപരി ഒരു അധ്യാപകരും പറയാൻ പാടില്ല. കാരണം സ്കൂളിൽ വരുന്നത് എന്തിനാണ്? അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും കുറച്ചുകൂടെ വേറൊരു അറ്റ്മോസ്ഫിയർ കിട്ടാനാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അധ്യാപകർ വളരെ ഭയങ്കര ഇതായിട്ട് വേറൊരു രീതിയില്ല, അത് പകരം ഒരു അമ്മയായിട്ടുള്ള രീതിയിൽ സ്നേഹവാത്സല്യങ്ങളോട് പെരുമാറാൻ കഴിയണം. അപ്പോൾ അങ്ങനെ പെരുമാറുന്ന അധ്യാപകർക്ക് സ്വാഭാവികമായിട്ടും കുട്ടിയെ കുറ്റപ്പെടുത്താതെ ആ തെറ്റിയതിനെ തെറ്റായിട്ട് തന്നെ ചിത്രീകരിക്കാതെ അതിനെ ശരിയാക്കി കൊടുത്ത് അത് 2 പ്രാവശ്യം എഴുതിക്കാനും പാടില്ല. അതിനൊരു പണിഷ്മെൻറ്റ് പോലെ 4-5 പ്രാവശ്യം എഴുതിപ്പിക്കുകയോ ചെയ്യുമ്പോഴേക്കും അപ്പോഴും അത് കുറ്റപ്പെടുത്തലാണ്. അപ്പോൾ അതൊന്നും ചെയ്യിക്കാതെ അത് തിരുത്തി കൊടുത്ത്, ഒരിക്കലും ഈ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് അടികൊടുക്കലല്ല പണിഷ്മെൻറ്റ്. ആ കുട്ടിയെ കൊണ്ട് എന്ത് കാര്യം മറ്റൊരു കുട്ടി ചെയ്യാത്തത് വേറൊരു കുട്ടിയെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ ആ ചെയ്യിക്കുന്നതിലൂടെയാണ് ആ കുട്ടിയുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നത്. ആത്മവിശ്വാസം എന്ന് പറയുന്നത് ആർജിച്ചെടുക്കേണ്ട ഒരു കഴിവ് മാത്രമല്ല, അത് നമ്മൾ അങ്ങോട്ട് അതിന് വളർത്തിയെടുക്കേണ്ട ഒരു കഴിവ് കൂടിയാണ്. സ്വയം ഒരു കുട്ടിക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാകണമെന്നില്ല, ഉണ്ടാവാറുണ്ട്, ബൈ ബർത്തായിട്ട് ഉണ്ടാവാറുണ്ട്. ബട്ട് അതിനെ അതിനെ തച്ചുടയ്ക്കാൻ പലർക്കും കഴിയും. അതിനെ തച്ചുടയ്ക്കാതെ അത് നിലവിലുള്ള കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ കോൺഫിഡൻസ് നൽകുന്ന രീതിയിലുള്ള ഒരുപാട് അപ്രീസിയേഷൻസ്, കൺഗ്രാജുലേഷൻസ്. നമ്മൾ പൊതുവെ മലയാളികൾ ഇങ്ങനെ കൺഗ്രാജുലേറ്റ് പഠിക്കുന്നവരാണ്. ഇപ്പം ഞാൻ എത്രയൊക്കെ സംസാരിക്കാറുണ്ട്, എന്നാലും എൻ്റെ അടുത്ത് കൊള്ളാം കേട്ടോ, നന്നായിരുന്നു സാറിന് ടോക്ക് വളരെ എഫക്റ്റീവ് ആയിരുന്നു എന്ന് എൻ്റെ അടുത്ത് ഒരു പാരൻസും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ടീച്ചേഴ്സിന് ഒരുപാട് ഓർഗനൈസേഷൻസ് എടുക്കാറുണ്ട്. ഒരു ടീച്ചേഴ്സ് യഥാർത്ഥത്തിൽ സാർ ഇന്നത്തെ ടോക്ക് നല്ലതായിരുന്നു എന്ന് ഇവിടെ ഇരിക്കുന്ന ടീച്ചർ ഉൾപ്പെടെ അവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സ് ഉൾപ്പെടെ ആരും എൻ്റെ അടുത്ത് അങ്ങനെ പറയാറില്ല. പിന്നെ ഞാൻ തന്നെ എൻ്റെ അടുത്ത് വന്ന് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഞാൻ പറയും, നീ നന്നായിട്ട് സംസാരിച്ചു കേട്ടോ, ഓടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞ് ഞാൻ തന്നെ എൻ്റെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മറ്റേ നമ്മുടെ ജഗദീഷും അല്ലെങ്കിൽ നമ്മുടെ പല കഥാപാത്രങ്ങളും ദിലീപൊക്കെ പലതിലും അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ എൻ്റെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നീ നന്നായിരുന്നു, സൂപ്പറായിരുന്നു ടോക്ക് എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ എന്നെ ബൂസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ഇതുപോലെ ചെയ്യാൻ കുട്ടിക്ക് പറ്റുമോ? ആ കുട്ടിയെ അതിന് പകരം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. നമ്മളവരെ അപ്രീഷിയേറ്റ് ചെയ്ത് നമ്മളവരെ കൺഗ്രാജുവേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന ഇൻപുട്സ് കൊടുക്കണം. ഇല്ലെങ്കിൽ കുട്ടി ഇതുപോലെ വളർന്നു വരുമ്പോൾ കുട്ടി സ്വയം ആർജിച്ചെടുക്കും. അറ്റ്ലീസ്റ്റ് എന്നെ കണ്ടെങ്കിലും ചെയ്യും. ഞാൻ പറയുന്ന ഏതെങ്കിലും കുട്ടികൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ സാർ ഒരു വീഡിയോയിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, അതായത് കുട്ടികളോട് എന്തരുത് എന്ന് പറഞ്ഞു കൊടുക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷേ എന്താവണം അല്ലെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നതിലാണ് കാര്യമെന്ന്. അതിനൊരു മനോഹരമായ വിശദീകരണം ഞാൻ വിശ്വസിക്കുന്നു. നന്നായിട്ട് ചോദിച്ചു. നമസ്കാരം. നമ്മൾ പുതിയ തലമുറയിലുള്ള കുട്ടികളോട് നമ്മൾ രക്ഷിതാക്കൾ ഏത് രീതിയിലുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടത്? ശരിക്കും പ്രത്യേകിച്ചൊരു സമീപനം എന്നുള്ള രീതിയിൽ അതിനെ കാണേണ്ടതില്ല. വാസ്തവത്തിൽ നമ്മുടെ കുട്ടികൾക്ക് അത് അമ്മയാകട്ടെ, മറ്റ് രക്ഷിതാക്കളാകട്ടെ, അധ്യാപകരാകട്ടെ, സമൂഹമാകട്ടെ, അവരെ പലപ്പോഴും തരത്തിൽ കുട്ടികളുടെ കാര്യമാണല്ലോ മാഡം ചോദിച്ചത്. അപ്പോൾ കുട്ടികളുടെ കാര്യം എന്ന് പറയുമ്പോൾ കുട്ടികളെ എപ്പോഴും നമ്മൾ കുട്ടികളായിട്ട് കാണുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ കുട്ടികൾക്ക് ഒരു തരത്തിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർക്ക് മെൻ്റൽ ഹർട്ടാകുന്ന രീതിയിൽ ഒരിക്കലും ഒരു തരത്തിലും മാനസിക വിഷമം ഉണ്ടാക്കുന്ന സമീപനം അരുത് എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ കുട്ടികൾക്ക് മാഡം എന്താ ചോദിക്കുക ചോദ്യം? അതായത്
പുതിയ തലമുറയിൽ ഇപ്പോഴും നമ്മുടെ ഈ കാലഘട്ടത്തിൽ പുതിയ തലമുറയിലുള്ള കുട്ടികളോട് എങ്ങനെയാണ് നമ്മളെ പാരന്റ്സ് രക്ഷിതാക്കള് ഏത് രീതിയിലുള്ള സമീപനമാണ് ശരിക്കും സ്വീകരിക്കേണ്ടത്? നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു വേ ആണോ? മനസ്സിലായി, എനിക്ക് മനസ്സിലായി, ഇപ്പോൾ മനസ്സിലായി. രക്ഷിതാക്കൾ എങ്ങനെ സമീപിക്കണമെന്നുള്ളതാണ്. രക്ഷിതാക്കൾ തീർച്ചയായിട്ടും കുട്ടികളോട് അവരുടെ വളർന്നു വരുന്ന പ്രായം തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. കുട്ടികൾ LKG കഴിഞ്ഞ് UKGയിലോട്ടും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ടും അത് കഴിഞ്ഞ് തുടർന്ന് അങ്ങനെ 6, 7, 8 ക്ലാസ്സിലോട്ട് വരുമ്പോഴേക്കും ഒക്കെ അവരുടെ ഒരു ഹോർമോണൽ ചേഞ്ച് അവർക്ക് സംഭവിക്കുന്നുണ്ട്. ആ ഹോർമോണൽ ചേഞ്ച് ഏറ്റവും പ്രധാനമായിട്ട് അമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ ആ ഹോർമോണൽ ചേഞ്ചസിനനുസരിച്ച് കുട്ടിയോട് രക്ഷിതാക്കൾ, അമ്മയും അച്ഛനും, ഇതിനകത്ത് അമ്മയെന്നോ അച്ഛനോ എന്നുള്ള വ്യത്യാസമൊന്നും മക്കളുടെ കാര്യത്തിലില്ല. അതും ആദ്യം ഒരു പ്രധാന കാര്യമാണ്. അപ്പോൾ അമ്മ വാസ്തവത്തിൽ കുട്ടിയോട് വളരെ സ്നേഹത്തോടുകൂടി മാറോടണച്ച് ഉമ്മ കൊടുക്കാറുള്ളതുപോലെ അച്ഛനും കൊടുക്കുന്നുണ്ടാവും. ഒരു 4, 5, 6 വയസ്സ് വരെ, 10, 12, 16 വയസ്സാകുമ്പോൾ അച്ഛൻ അങ്ങനെയല്ല, നെറുകയിലെങ്കിലും ഉമ്മ വെക്കുക, അങ്ങനെ ചെയ്താലും തെറ്റൊന്നുമില്ല. പക്ഷേ നെറുകയിലെങ്കിലും അല്ലെങ്കിൽ കവിളിലെങ്കിലും വളരെ നല്ല സ്നേഹത്തോടു കൂടിയുള്ള ചുംബനം നൽകി, ആ ചുംബനം എന്ന് പറയുന്നത് അമ്മ മറുപടിക്കെന്ന് പറയുന്നത് നമ്മൾ കോഴി ഇങ്ങനെ കോഴിമുട്ടയിൽ അടയിരുന്ന് കുഞ്ഞുങ്ങളെ പിന്നീട് അതിന് ശേഷം ആ ചെറുകിനുള്ളിൽ ഒതുക്കി ആണ് വളരുന്നത്. അവിടെ നിന്ന് അതിനൊരു ടെമ്പറേച്ചർ, ഒരു ചൂട് കിട്ടുന്നുണ്ട്. ആ ചൂടാണ് നമ്മൾ യഥാർത്ഥത്തിൽ അമ്മമാർ എപ്പോഴും മക്കൾക്ക് കൊടുക്കുന്നത്. ആ മക്കൾക്ക് കൊടുക്കുന്നത് 4, 5, 6 വയസ്സ് വരെ അല്ല വേണ്ടത്. അവർക്കൊരു 17, 18 വയസ്സ് വരെയും അത് കൊടുക്കണം. അപ്പോൾ ഒരു കുട്ടി 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോകുന്നതിൻ്റെ അന്നേ ദിവസം സ്വാഭാവികമായിട്ടും ആ കുഞ്ഞിനൊരു മോൾക്ക് അല്ലെങ്കിൽ മോന് അമ്മ വളരെ നല്ല ആലിംഗനം നൽകിക്കൊണ്ടുള്ളൊരു ഉമ്മ തന്നെ കൊടുക്കുന്നുണ്ടാവും. ഇത് പരീക്ഷ എഴുതാൻ പോകുന്ന ദിവസം അല്ലല്ലോ വേണ്ടത്, മാത്രമല്ലല്ലോ വേണ്ടത്. അത് എല്ലാ ദിവസവും അതൊരു ദിനചര്യയുടെ ഭാഗമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ ദിവസവും കഴിക്കുന്നില്ലേ? എല്ലാ ദിവസവും നമ്മൾ യഥാർത്ഥത്തിൽ ശ്വസിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ ദിനചര്യയുടെ ഭാഗമായിട്ട് പല്ല് തേക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പോലെ തന്നെ ഇതൊരു കാര്യമാണ്. ഇത് LKG UKG കഴിയുമ്പോൾ നീ വലുതായി, നിന്നെ ഞാൻ ചുംബിക്കുന്നു, അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാകാതിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനം രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നത്. അച്ഛനും അമ്മയും തന്നെ ആ രീതിയിൽ സ്നേഹത്തോടുകൂടി അത്തരത്തിലുള്ളൊരു മധുര ചുംബനം, സ്നേഹചുംബനം നൽകിപ്പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും അമ്മയും അച്ഛനും മകളുമായിട്ടോ മകനുമായിട്ടോ ഒരു ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടാകില്ല. ആ ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടാകുന്നിടത്ത് നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ വേറെ ചുംബനത്തിന് അവർ പോവും. ഇപ്പോൾ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ വേറെ ചുംബിക്കുന്നതും വേറെ തരത്തിലുള്ള ആലിംഗനങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ മുതിർന്ന കുട്ടികൾ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് എൻ്റെ കാരണമായിട്ട് കാണാറുള്ളത് രക്ഷിതാക്കളായ ഞാൻ ഉൾപ്പെടുന്ന അച്ഛനമ്മമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു ഡിസ്റ്റൻസാണ്. ആ ഡിസ്റ്റൻസ് ഉണ്ടാകാതെ നോക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കൾ പ്രധാനം. അല്ല മറ്റൊരുപാട് ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്ക് ഉണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഇതാണ് ഏറ്റവും വലിയ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റലായിട്ടുള്ള പാരൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. കുട്ടികൾ മിനിമം ഒരു 18 വയസ്സാകുന്നത് വരെയെങ്കിലും ആ ഒരു ബോണ്ടിങ്, ആ പരസ്പരമുള്ളൊരു നമ്മൾ നൽകുന്ന ചൂട്, അത് കുട്ടിക്ക് അമ്മയിൽ നിന്നും കിട്ടാം, അച്ഛനിൽ നിന്നും കിട്ടാം. എല്ലാ ദിവസവും ഒരുമിച്ച് ഒരു ബെഡിൽ ഇറങ്ങിയില്ലെങ്കിലും കഴിവതും ഒരുമിച്ച് ഇറങ്ങാൻ വല്ലപ്പോഴുമെങ്കിലുമൊക്കെ മകനോടൊപ്പവും മകളോടൊപ്പവും അച്ഛനും അമ്മയും ഒരുമിച്ച് തന്നെ ഒരു ബെഡിൽ ഉറങ്ങാനും കുറേ സമയമെങ്കിലും സംസാരിച്ച് അവരോടൊപ്പം സ്നേഹം പങ്കുവെക്കാനും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിയും ഡൈവേർട്ട് ചെയ്ത് പോവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. Hello sir. So how can we develop moral values in the students, and also how can we reduce their anger in teenagers? വളരെ നല്ലൊരു ചോദ്യമാണ്. ഇപ്പോൾ പൊതുവേ യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷനാണിത്. കുട്ടികൾ യഥാർത്ഥത്തിൽ ഒരു ടീനേജിലേക്ക് കടന്നു കഴിയുമ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ അതുവരെ അമ്മയോട് പുലർത്തിപ്പോന്നിരുന്ന അല്ലെങ്കിൽ അച്ഛനോട് പുലർത്തിപ്പോന്നിരുന്ന ബഹുമാനം പതിയെ അവർ മാറ്റി വെച്ചുകൊണ്ട് അവർ എന്താ എനിക്ക് ചെയ്താൽ, എന്താ അച്ഛന് ചെയ്താൽ, എന്താ അമ്മയ്ക്ക് ചെയ്താൽ, ഞാൻ ചെയ്യില്ല, അല്ലെങ്കിൽ ഞാൻ പഠിക്കില്ല, അമ്മ എന്തിനാ എന്നെ എപ്പോഴും പഠിയെന്ന് പറയുന്നത്, അച്ഛന് പറയുന്നു പറയുന്നത് എന്ന് പറഞ്ഞ് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന തരത്തിലുള്ള ആങ്കറിലേക്കാണ് കുട്ടികൾ വരുന്നത്. എന്താ കുട്ടി ചോദിച്ചേ, എന്തിനാ പഠിക്കാൻ അമ്മ പറയുന്നതെന്നാ, പഠിക്കാൻ പറഞ്ഞാൽ പ്രശ്നമായത്. അപ്പോൾ എപ്പോഴും യഥാർത്ഥത്തിൽ ഈ അമ്മയും അച്ഛനും കൂടെ കുട്ടികളോട് അവർക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തി ചെയ്യാൻ പറയുക. പഠിക്കുക എന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്ത പ്രവൃത്തിയാണ്.
ഇഷ്ടമില്ലാത്ത പ്രവൃത്തി ആണ് അത്. എനിക്കും അങ്ങനെ ആയിരുന്നു, ഈ ഇരിക്കുന്ന പാരൻസ് ആയിട്ടുള്ളവർക്കും ടീച്ചേഴ്സ് ആയിട്ടുള്ളവർക്കും എല്ലാ കാലത്തും പഠന കാലഘട്ടത്തിൽ ഇപ്പം ജോലി ചെയ്യുന്നത് പോലെ ഇപ്പം മാഡം ബാങ്കിൽ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ മാഡം സ്കൂളിൽ ജോലി ചെയ്യുന്നു, അത് കുറേ മടുപ്പ് തോന്നിക്കഴിയുമ്പോഴേക്കും നമുക്കൊരു വിഷമം തോന്നുമില്ല. സ്വാഭാവികമായിട്ടും നമുക്കൊരു അതിനകത്തൊരു വിരസത മടുപ്പുമൊക്കെ തോന്നും. അതുപോലെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. സ്കൂളിൽ എല്ലാ ദിവസവും പോയി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 8 പീരീഡ് ക്ലാസ്, ആഴ്ച 1 ദിവസമോ 2 ദിവസം അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു പീരീഡോ PT കിട്ടിയാലും അതുകൊണ്ട് തൃപ്തിയാവില്ല. 8 പീരീഡ് PT ആയിരിക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകണത്. ഒരു സാറന്മാരും ടീച്ചേഴ്സ് ക്ലാസ്സിൽ വരേണ്ടി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സ്കൂളിൽ പോണത്. പക്ഷേ PT പീരീഡ് പോലും ഇവിടെ വേറെ മാത്സ് പോയി പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഒരു റെസ്പോണ്ട് ചെയ്യാൻ, റിയാക്ട് ചെയ്യാൻ, ആക്ഷൻ ഉണ്ടാകുമ്പോൾ റിയാക്ഷൻ്റെ ഈക്വലൻ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലോയുടെ അടിസ്ഥാനപ്പെടുത്തി കുട്ടികൾ റിയാക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ആക്ട് ചെയ്യാതിരിക്കുക. കുട്ടികളുടെ ആവശ്യമില്ലാതെ ആവശ്യത്തിന് നമ്മൾ ദേഷ്യപ്പെടേണ്ടി വരും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാനങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഞാനും അത് എന്താ പറയുക, അതൊരു വെറുതെ ആലങ്കാരികമായിട്ടൊരു ഇതായിപ്പോവും. സ്വാഭാവികമായിട്ടും നമുക്ക് അച്ഛനും അമ്മയ്ക്കും ഒക്കെ മക്കളെ കൊണ്ട് ഉണ്ടാകുന്ന പെരുമാറ്റങ്ങളിൽ നിന്ന് ദേഷ്യം ഉണ്ടാവാം. അത് അങ്ങനെ സാഹചര്യം സന്ദർഭത്തിൽ ദേഷ്യപ്പെടാം. പക്ഷേ തൊട്ടടുത്ത നിമിഷം എടാ മോനെ ഞാൻ ദേഷ്യപ്പെട്ട് പോയിടാ, അല്ലെങ്കിൽ മോളെ ഞാൻ വല്ലാതെ മോനെ ഹർട്ട് ചെയ്തല്ലേ, സോറി മോളെ, ഞാൻ അന്നേരം അങ്ങ് അച്ഛനെ നിയന്ത്രിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അമ്മയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴാണ് അച്ഛൻ്റെയും അമ്മയുടെയും ഒരു എന്താ പറയുക, ആ ഒരു ഇത് ആഠ്യത്വം എന്നൊക്കെ പണ്ട് പറയുമല്ലോ, ആ ഒരു ഇത് കൂടുന്നത്. അച്ഛനെയും അമ്മയും ആ മോനും മോൾക്കും അംഗീകരിക്കാൻ തോന്നുന്ന എൻ്റെ അമ്മ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടെങ്കിലും ഉടനെ സോറി പറഞ്ഞല്ലോ, ആ സോറി പറയാൻ എപ്പോഴും അച്ഛനും അമ്മയ്ക്കും ഈ വാക്ക് സായിപ്പ് നമ്മൾ വന്നിട്ട് പോയത് വെറുതെ അല്ല, അത് നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനാണ്. അത് അങ്ങനെ തന്നെ പറയാം, അതല്ല ക്ഷമിക്കാൻ പറയാം. ഇപ്പം ഒരുപാട് ഇപ്പോൾ ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുട്ടികൾക്ക് അതൊന്നുമല്ല, കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ ക്ഷമ പറയേണ്ടത് ക്ഷമ തന്നെ പറയണം. തെറ്റ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായെന്ന് അംഗീകരിച്ച് കൊടുക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾക്ക് തീർച്ചയായിട്ടും മക്കൾക്ക് യഥാർത്ഥത്തിൽ രക്ഷിതാവിനോട്, അച്ഛനോടും അമ്മയോടും അമ്മയുടെയും വലിപ്പം അച്ഛൻ്റെയും വലിപ്പം കുട്ടി തിരിച്ചറിയും. കുട്ടിക്ക് ഇതൊക്കെ മനസ്സിലാവും. അതാദ്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. കുട്ടി യഥാർത്ഥത്തിൽ ഇപ്പോൾ അത് നേരത്തെ പറഞ്ഞ ചോദ്യത്തിലുണ്ടായിരുന്നു. കാരണം ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾ നമ്മളെക്കാട്ടിലും കുറച്ചുകൂടെ, സാർ ആദ്യം ചോദിച്ച ചോദ്യത്തിലുണ്ടായിരുന്നു, നമ്മളെക്കാട്ടിലും അവർ കൂടെ മച്ചുവേർഡാണ് ഇൻ എവറി ആസ്പെക്ട്സ്. അപ്പോൾ അത് ആ ഒരു തിരിച്ചറിവ് രക്ഷിതാവിന് ഉണ്ടാവണം. അപ്പോൾ അവർ നമ്മളെ അസസ് ചെയ്യും, അനലൈസ് ചെയ്യും, മെഷർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ ഇഷ്ടപ്പെടില്ല എന്നുള്ളത് അറിയുക. അപ്പോൾ അതുകൊണ്ട് കുട്ടിയെ എപ്പോഴും പ്രകോപിപ്പിക്കാതിരിക്കുക. പ്രകോപിപ്പിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ദേഷ്യപ്പെടും. അപ്പോൾ ദേഷ്യപ്പെടാതിരിക്കുന്നൊരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ ബോധപൂർവ്വം അമ്മയ്ക്കും അച്ഛനും കഴിയും. മക്കൾക്ക് അതിനുള്ളൊരു കോൺഷ്യസ്നെസ്സും അതിനുള്ളൊരു പാകതയും പക്വതയും വന്നിട്ടില്ല. അപ്പോൾ അതങ്ങനെ വന്നു പോവാം. ദേഷ്യപ്പെടുന്നൊരു തലമുറയാണ് എല്ലാ കാലത്തും, പണ്ടുകൊണ്ട് ഇന്നുമുണ്ട്. അത് ഇന്ന് കുറച്ചുകൂടെ കൂടുതലായിട്ട് തോന്നുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ അവർ കാണുന്നതെല്ലാം അത്തരത്തിലുള്ളതാണ്. ഡിസ്ട്രക്ഷനാണ് കാണുന്നത്. അനിമേഷൻ പിക്ചേഴ്സ്, വീഡിയോസ് എല്ലാം അവർ കാണുന്നതെല്ലാം തന്നെ വല്ലാതെ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനൊന്നും നോക്കാതെ അമ്മയും നോക്കാതെ മുഖത്ത് നോക്കി നല്ല മോശപ്പെട്ട പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് സംസാരിക്കുന്നത് കേട്ട് വളരുന്നത് കൊണ്ടാണ് അതുണ്ടാകുന്നത്. അത് സമൂഹത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വല്ലാതെ ഷോക്ക്ഡ് ആവും പാരൻറ്റ്. അപ്പോൾ അത് പിന്നീട് സ്നേഹത്തോട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുമിച്ചൊരു ബെഡിൽ ഉറങ്ങണമെന്ന് പറഞ്ഞു, വെറുതെ ഉറങ്ങുകയല്ല, ദേ ആർ ടോക്കിംഗ് ഫോർ എ ലോങ് ടൈം, ഒരു കോൺവെർസേഷൻ അവിടെ നടക്കുന്നത്. അന്നേരം പറയാം. ലൈറ്റ് അണച്ച് കിടക്കാം, ലൈറ്റ് അണയ്ക്കാതെ കിടന്നാൽ അത്രയും നല്ലത്. അവർ മുഖത്ത് നോക്കി പറയാതിരിക്കാൻ ലൈറ്റ് അണച്ച് അന്ധകാരത്തിൽ പറയുന്നതിനേക്കാളും നല്ലത് നല്ല വെളിച്ചത്തിൽ തന്നെ കുറ്റം സമ്മതിച്ചുകൊണ്ട് സംസാരിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അമ്മയും അച്ഛനെയും ആ ഒരു സമീപനം മകനും ഇഷ്ടപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ അമ്മയോട് ദേഷ്യപ്പെടരുതായിരുന്നു എന്ന് സ്വയം ആ കുട്ടി ചിന്തിക്കും. അടുത്ത ദിവസം ദേഷ്യപ്പെടുന്നതിൻ്റെ സ്വരത്തിൽ ഒരു ദേശമെങ്കിലും ആ ഒരു ശബ്ദത്തിൻ്റെ ഒരു താഴ്ചയെങ്കിലും ഉണ്ടാവും. തലേദിവസം ദേഷ്യപ്പെടും, അങ്ങനെ ദേഷ്യപ്പെടില്ല, കുറച്ചുകൂടെ ദേഷ്യപ്പെടും. അതൊരു ഹോർമോണൽ ചേഞ്ചാണ്. ആ ഹോർമോണൽ ചേഞ്ചിൽ തീർച്ചയായിട്ടും ഒരു ദേഷ്യപ്പെട്ടില്ലെങ്കിൽ മനസ്സിലാക്കണം, എൻ്റെ മോനെ അവൻ മച്ചുറായില്ല, അല്ലെങ്കിൽ എൻ്റെ മോള് മച്ചുറായില്ല. മച്ചുറാവണ്ടേ? ഇത് നമ്മളൊക്കെ മച്ചുറാവുന്ന പ്രായത്തിലുണ്ടായതല്ലേ. അപ്പോൾ ഇതെല്ലാം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവണം. വി ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്, വി ഹാവ് ടു അലോ ഇറ്റ്. ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ IT എന്നൊരു വിഷയത്തിൽ നിന്നും ഇന്നത്തെ കുട്ടികൾ പഠിക്കുന്നത് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊരു സബ്ജക്റ്റാണ്. ഇന്ന് ലോകം ഭരിക്കുന്നത് AI ആണെന്ന് തന്നെ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ പറയേണ്ടി വരുന്നൊരവസ്ഥയിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ കുട്ടി ഈ ഒരു വിവരസാങ്കേതിക അല്ലെങ്കിൽ ഈ ടെക്നോളജി ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉപയോഗത്തിൽ നല്ലൊരു നിലയിലെത്തുന്നതിൽ അഭിമാനം കൊള്ളുന്ന പാരൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ
അത് കൃത്യമായി യൂസ് ചെയ്തില്ലെങ്കിൽ, അതിൻ്റെ ഉപയോഗം വേണ്ട രീതിയിലല്ല കിട്ടുന്നതെങ്കിൽ അതിനെക്കുറിച്ചുണ്ടാകുന്ന ഒരുപാട് ആശങ്കകൾ രക്ഷിതാക്കൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം ആ ഒരു മേഖലയിലെ സംശയങ്ങൾ ദൂരീകരിക്കാനായിട്ട് കുറേ സംശയങ്ങളായിട്ടാണ് നമ്മുടെ പാരൻസ് ഇവിടെ എത്തിയിരിക്കുന്നത്. സാർ ചോദിച്ചോളൂ. നമസ്കാരം സാർ. എനിക്ക് മെയിനായിട്ട് സാർ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പം പറഞ്ഞ പോലെ ഇപ്പം ഇൻഡസ്ട്രിയൽ സെക്ടറിലായാലും എഡ്യൂക്കേഷൻ സെക്ടറിലായാലും ഒരുപാട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ മോനിപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ആൾ പോലും ഒരു സംശയം വന്നു കഴിഞ്ഞാൽ ആളപ്പം തന്നെ പറയുന്നത് ചാറ്റ് ബോർഡിനോട് ചോദിക്കുക, അല്ലെങ്കിൽ അച്ഛൻ സെർച്ച് ചെയ്യേണ്ട ChatGPT നമുക്ക് നോക്കിയിട്ട് ChatGPT നമുക്ക് അതിൻ്റെ പെയ്ഡ് വേർഷൻ ഉണ്ട്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇവരെ നമ്മുടെ എഡ്യൂക്കേഷനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവരെ ലേണിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെൻറ്റ്സിലുണ്ടാവുന്ന അഡ്വാൻറ്റേജസ് ഉണ്ട്. അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണ് സാർ? ഇതിന് നമുക്ക് മേന്മകളും അതിന് ന്യൂനതകളും ഒന്ന് നമുക്ക് പറഞ്ഞു തരണം സാർ. നമ്മൾ തൽക്കാലം യഥാർത്ഥത്തിൽ അഡ്വാൻറ്റേജസിനെ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് കുട്ടികളെ വളർത്തുന്നതായിരിക്കും നല്ലതെന്നുള്ളൊരു അഭിപ്രായം എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട്. സ്കൂൾ ചെയർമാൻ എന്നുള്ള രീതിയിലുമല്ല, വ്യക്തിപരമായിട്ടുണ്ട്. കാരണം നമ്മുടെ കാലം മാറുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും തലമുറയിൽ മാറ്റം വരുന്നുണ്ട്. ആ തലമുറയ്ക്ക് കിട്ടുന്നതായിട്ടുള്ള ഒരുപാട് ടെക്നോളജി, ഞാനൊക്കെ സാറൊക്കെ ജനിച്ചപ്പോൾ പിന്നെയും TV എങ്കിലും കണ്ടിട്ടുണ്ടാകും, കമ്പ്യൂട്ടറും കണ്ടിട്ടുണ്ടാകും. ഞാനൊക്കെ വളർന്നു വരുന്ന സമയത്ത്, ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഈ രണ്ട് സംഗതികളും ഇലക്ട്രോണിക് ഡിവൈസും കണ്ടിട്ടില്ല. ഞാൻ ഏതാണ്ട് 90കളിലാണ് യഥാർത്ഥത്തിൽ, 93-ലൊക്കെയാണ് യഥാർത്ഥത്തിൽ മൊബൈൽ പോലും വന്നത്. ഇപ്പോൾ പേജറായിരുന്നു. അപ്പോൾ ഇങ്ങനെ ടെക്നോളജി ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ AI ലെവലിലേക്കും ഡിജിറ്റൽ യുഗത്തിലും ജീവിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഇപ്പം ജനിക്കുന്ന മക്കളെ സംബന്ധിച്ച് അവർ യഥാർത്ഥത്തിൽ ജനിച്ച് ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ അവർ ഇത്തരത്തിലുള്ള ഡിവൈസസ് പാരൻസ് ഉപയോഗിക്കുന്നത് കണ്ടും കേട്ടും അവരത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് പാരൻസിൻ്റെ സപ്പോർട്ട് വേണ്ട. അച്ഛനോട് ChatGPT നിന്ന് ഇന്നത് എടുത്തു കഴിഞ്ഞാൽ ഇന്നതൊക്കെ നമുക്ക് കിട്ടും, അച്ഛൻ ഇത്രയും കഷ്ടപ്പെട്ടൊന്നും ലിറ്ററേച്ചറൊന്നും എഴുതി ഉണ്ടാക്കിയിട്ട് അതിനകത്തുള്ള മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നും ഡിക്ഷണറി നോക്കി മീനിങ് മനസ്സിലാക്കി ചെയ്യണമെന്നില്ല എന്ന് മകനും മകൾക്കും പറഞ്ഞ് ഇപ്പോഴത്തെ 5, 6, 7, 8 വയസ്സായ കുട്ടികൾക്ക് പറയാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ അത്രയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു തലമുറയിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് സാർ ഉൾപ്പെടെയുള്ള എല്ലാവരും ആശങ്കപ്പെടുന്നത് പോലുള്ള ഇതിൻ്റെ നെഗറ്റീവ്സിൽ ഇതിനൊരു എപ്പോഴും എല്ലാറ്റിനും ദൂഷ്യഫലങ്ങളുണ്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കോവിഡിൻ്റെ ഒരു വരവോടുകൂടിയാണ് യഥാർത്ഥത്തിൽ കുട്ടികളെല്ലാവരും മൊബൈലും അതുപോലുള്ള മറ്റ് ഇലക്ട്രോണിക് ഡിവൈസിലെയും ഇതിലേക്ക് കടക്കുകയും അതിൻ്റേതായ കോൺസിക്വൻസാണ് ഇന്ന് സ്കൂളുകളിലും കോളേജുകളിൽ, പ്രത്യേകിച്ച് സ്കൂളുകളിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഒന്നാകെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഇഷ്യൂസ്. അതിനെ എങ്ങനെ നമ്മൾ മുതിർന്നവർ, രക്ഷിതാക്കൾ ഉൾപ്പെടുന്ന, അധ്യാപകർ ഉൾപ്പെടുന്ന സമൂഹം ഒന്നാകെ എങ്ങനെ കുട്ടികളെ അത്തരത്തിലുള്ള തെറ്റായ ദുരുപയോഗം തടയണം എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം പറയുന്നത്. അത് തീർച്ചയായിട്ടും ഒരു രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒരുപോലെ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ആ കുട്ടികൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പലതും കൈകാര്യം ചെയ്യുമ്പോൾ അതിനൊരു മോണിറ്ററിങ് സിസ്റ്റം യഥാർത്ഥത്തിൽ വേണമെന്നുള്ളതാണ്. നമുക്കിതെല്ലാം അറിയണമെന്നില്ല. എല്ലാ അച്ഛനും അമ്മയും ഇതെല്ലാം ഈ ഒരു നോളജ് അക്വയർ ചെയ്തിട്ടുണ്ടാവണം. ഇപ്പോൾ സാർ IT ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ മറ്റൊരാൾ IT ഫീൽഡിലല്ല, സാധാരണ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തൊഴിൽ മേഖലയിൽ ജോലി എടുക്കുന്നവരായിരിക്കും. അവർക്കൊന്നും അറിയണമെന്നില്ല. അപ്പോൾ അവർ മക്കൾ പറ്റിക്കുമെന്നുള്ളത് അവർക്ക് തിരിച്ചറിയുമെന്നുള്ളത് അധ്യാപകർക്ക് മനസ്സിലാക്കാൻ പറ്റണം. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവർ നിസ്സഹായരാണ്. അതുകൊണ്ടാണ് സ്കൂളിംഗ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ അധ്യാപകർക്ക് രക്ഷിതാവിന് തുല്യമായ ഒരുപാട് ഉത്തരവാദിത്തമുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്കൂളുകളിൽ ഉൾപ്പെടെ എല്ലാ സ്കൂളുകളിലും ചെയ്യേണ്ട ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് ഈ പറയുന്ന എല്ലാ ദിവസവും മാത്സും സയൻസും സോഷ്യൽ സയൻസും AI ഉൾപ്പെടെ ഉള്ള കമ്പ്യൂട്ടറും പഠിപ്പിക്കുന്നത്. പക്ഷേ അത് ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യും. ഇപ്പം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ് കുട്ടികളുടെ ഏറ്റവും വലിയൊരിത്. അതിലൂടെ അവർ യഥാർത്ഥത്തിൽ പലരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ പല തരത്തിലുള്ള ആശയവിനിമയം നടത്തുന്നത് മാത്രമല്ല പ്രണയത്തിൽ ഏർപ്പെടുന്നത് പോലും പ്രായം പോലും അറിയാതെയാണെന്നുള്ളത് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് പതിയെ അധ്യാപകർ കുട്ടികൾക്ക് രക്ഷിതാക്കൾ പറഞ്ഞു കൊടുത്താൽ രക്ഷിതാക്കളെ അക്സെപ്റ്റ് ചെയ്യാൻ കുട്ടികൾ പലപ്പോഴും തയ്യാറാകാറില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അധ്യാപകർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഈ പറയുന്ന AIയുടെ നെഗറ്റീവ്സും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് സോഷ്യൽ മീഡിയയിലുള്ള ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വാട്സപ്പ് പോലുള്ള നമുക്കറിയുന്നതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്കറിയാം. പുതിയ ഇപ്പോൾ യഥാർത്ഥത്തിൽ CBDID എന്ന് പറയുന്ന പുതിയൊരു ആപ്പ്, മീൻസ് ഇതുപോലെ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ പകരം പുതിയ ചൈന പോലുള്ളത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വേൾഡ് മുഴുവൻ യഥാർത്ഥത്തിൽ പുതിയ പ്രോഡക്റ്റ്സ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെക്കാളും ആദ്യം അറിയുന്നത് കുട്ടികളാണ്. അപ്പോൾ അവർ പലപ്പോഴും അധ്യാപകർ ഇതിനകത്ത് നിസ്സഹായരായി പോകാറുണ്ട്.
പക്ഷേ അധ്യാപകർ ഇത് മനസ്സിലാക്കണം, പഠിക്കണം. അതിനകത്ത് തീർച്ചയായിട്ടും IT മേഖലയിൽ IT ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അധ്യാപകർക്ക് അറിയാം. IT ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അധ്യാപകർ മറ്റ് മലയാളം, ഹിന്ദി ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് തുടങ്ങിയ മറ്റ് അധ്യാപകരെ പഠിപ്പിക്കുകയും വേണം. അത് എല്ലാ സ്കൂളുകളുടെയും ഈ പറഞ്ഞ IT ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അധ്യാപകരുടെ ഉത്തരവാദിത്വമാണ്. അവർക്ക് അത്യാവശ്യം വേണ്ടുന്നൊരു മിനിമം ലിറ്ററസി, ഡിജിറ്റൽ ലിറ്ററസി കൊടുക്കണം. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് മറ്റ് ഈ പറഞ്ഞ ഭാഷാധ്യാപകരെ മറ്റ് പല അധ്യാപകരെയും പറ്റിക്കാൻ പറ്റും. അപ്പോൾ ആ പറ്റിക്കലിന് അധ്യാപകർ നിന്ന് കൊടുക്കാതിരിക്കുക. രക്ഷിതാക്കൾ സ്വാഭാവികമായിട്ട് പറ്റിക്കപ്പെടാൻ വേണ്ടി ജനിച്ചവരാണ്. നമ്മൾ അങ്ങനെ പലരും അങ്ങനെ ആയിപ്പോകുന്നുണ്ട് പലപ്പോഴും. അത് ആരുടെയും കുറ്റമല്ല. കാരണം കുട്ടികൾ അങ്ങനെ അമ്മയ്ക്കൊന്നും അറിയില്ല, അച്ഛനൊന്നും അറിഞ്ഞില്ല, അച്ഛൻ എന്തും അറിയാം എന്ന് IT മേഖലയിലെ ഒരുപക്ഷെ IT ഹൈ പ്രൊഫഷണലായിരിക്കാം. പക്ഷേ കുട്ടികൾ അങ്ങനെ ചോദിക്കും. ആ ചോദ്യത്തിന് നിന്ന് കൊടുക്കരുതെന്നുള്ളതാണ് രക്ഷിതാക്കളോട് പറയാനുള്ളത്. ആ ചോദ്യം കേട്ടിട്ട് അവനെ വഴക്ക് പറയുക, കുറ്റപ്പെടുത്തുകയല്ല. മോൻ്റെ അറിവ് അച്ഛൻ്റെ അറിവ് രണ്ടാണ്. അറിവിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ വ്യത്യാസം കാണാം. പക്ഷേ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മോനെ അച്ഛൻ്റെ പ്രായത്തിനനുസരിച്ച് അല്ലെങ്കിൽ അമ്മയുടെ പ്രായത്തിനനുസരിച്ച് അനുഭവം വളരെ വലുതാണ്. ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മോനോട് ഇന്ന കാര്യം ചെയ്യരുത്, ഇന്ന കാര്യത്തിൻ്റെ ദോഷം ഇന്നതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതെന്ന് സമയോചിതമായി സാന്ദർഭികമായി വളരെ സ്നേഹപൂർവ്വം പറയണം. അവിടെ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടൊരു ഫലം ഉണ്ടാവില്ല. ഒരിക്കലും കുട്ടികളോട് ദേഷ്യപ്പെട്ട് അവനെ അനുസരിപ്പിക്കാമെന്ന് കരുതേണ്ട, നടക്കില്ല. അതേസമയത്ത് നമുക്ക് ഞാൻ സാന്ദർഭികമായും സമയോചിതമായും എന്ന് പറയുന്നത്, കാരണം പറഞ്ഞ ഉടനെ ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അന്നേരം റെസ്പോണ്ട് ചെയ്യരുത്. യു ലിസൺ, കീപ് ഇറ്റ് യുവർ മൈൻഡ് ആൻഡ് ആക്ട് ഓൺ എ സ്യൂട്ടബിൾ ടൈം. അത് കിട്ടില്ലേ നമുക്ക് വീട്ടിൽ എപ്പോഴും അതിനുള്ള സന്ദർഭം കിട്ടും. ആ സന്ദർഭത്തിൽ കുട്ടികളോട് പറയാം, മോൻ നേരത്തെ അച്ഛനോട് പറഞ്ഞല്ലോ, അച്ഛനൊന്നും അറിയത്തില്ല, മോൻ ഇപ്പോഴത്തെ പുതിയ കുഞ്ഞുങ്ങളെപ്പോലെ അറിയില്ലായിരിക്കാം, പക്ഷേ അതിനേക്കാളും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മോൻ ഇന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണ്, മോൾ ഇന്നത് ചെയ്യാൻ പാടില്ല, അത് ചെയ്താലുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ ഇന്നതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നിടത്ത് കുട്ടി തീർച്ചയായിട്ടും തിരുത്തപ്പെടും. അത് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒരേപോലെ അക്കാര്യത്തിൽ പങ്കുണ്ട്. അതിന് അറിവ് വേണമെന്നില്ല, കുട്ടിയോളം അറിവല്ല, കുട്ടിയെക്കാട്ടിലും എത്രയോ മടങ്ങ് അനുഭവ സമ്പത്ത് നമുക്കുണ്ട്. ആ അനുഭവ സമ്പത്ത് അംഗീകരിച്ചു തരില്ല കുട്ടി, പക്ഷേ നമ്മൾ പിന്നെ അതാണ് ഞാൻ സാന്ദർഭികമായെന്ന് വീണ്ടും പറയുന്നത്. അതിന് പിന്നെ ഒരു അവസരം വരുമ്പം അച്ഛ അതാണ് അച്ഛൻ അന്നേരം ഉദ്ദേശിച്ചല്ലേ, ഇപ്പം എനിക്ക് മനസ്സിലായി അച്ഛ, സോറി അച്ഛ, ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി അച്ഛ എന്ന് പറയും കുട്ടി. പറയിക്കുന്നിടത്താണ് അച്ഛൻ്റെ ആ പിതൃത്വം എന്ന് പറയുന്നത്, അച്ഛൻ്റെ ആ ഒരു പവർ എന്ന് പറയുന്നത്. അച്ഛനും അമ്മയ്ക്കും അതിൻ്റേതായ പവർ എപ്പോഴും കാത്തു സൂക്ഷിക്കണം, അത് നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ സാറ് ചോദിച്ചതിനോടൊപ്പം തന്നെ എനിക്കുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അതിപ്രസരത്തിലൂടെ ഓഫ്കോഴ്സ് കുട്ടികൾക്കെല്ലാം വിരൽത്തുമ്പിൽ കിട്ടും. അപ്പോൾ പ്രായത്തിനനുസരിച്ച് നമ്മൾ കുട്ടികൾ ഡെവലപ്പ് ചെയ്യേണ്ടുന്ന, ക്രമാനുഗതമായി ഡെവലപ്പ് ചെയ്തേണ്ടി വരുന്ന ഒരു ജിജ്ഞാസ, കൗതുകം, ഒരു അന്വേഷണ തൽപരത, ഇതൊന്നും ഇപ്പോൾ അങ്ങനെ ഒരു ക്രമാനുഗതമായി അല്ല വളർന്നു വരുന്നത്. കാര്യം കുട്ടിക്ക് ഇപ്പോൾ ChatGPT ചോദിച്ചാൽ ആൻസർ കിട്ടും, അതല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ആൻസർ കിട്ടും എന്നുള്ള ഒറ്റ വാക്കിലുള്ള ഒരു ഉത്തരം അവനറിയാം. അത് അവരുടെ വളർച്ചയെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുന്നുണ്ട് എന്ന് സാറിന് തോന്നുന്നുണ്ട്? ഒരു ക്വസ്റ്റ്യനും കൂടി, ഇമോഷണൽ മെച്യൂരിറ്റി പ്രായത്തിനനുസരിച്ച് ഇപ്പോഴത്തെ കുട്ടികളിൽ വളരുന്നുണ്ടോ? ക്രമാനുഗതമായി തന്നെ ആ ഒരു ഇമോഷൻ, കാര്യം ഇപ്പം നമ്മൾ ന്യൂസിൽ കേൾക്കുന്ന പല ഒരു തിരസ്കരണത്തെയും കുട്ടികൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു നോയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരികയാണ്. അപ്പോൾ ഒരു ഷെല്ലിനകത്താണ് വളരുന്നതെന്ന് പലപ്പോഴും തോന്നുന്നുണ്ട്. അതിന് അങ്ങനെ സാറിന് തോന്നുന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ രക്ഷിതാക്കൾ എന്ന രീതിയിൽ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നതായ കുറച്ച് കാര്യങ്ങൾ സാറിന് പറഞ്ഞു തരാൻ പറ്റും? മാഡം ഈ ചോദിച്ച ചോദ്യം ഈ പലരുടെ ചോദ്യങ്ങളുടെ ഒരു സമ്മപ്പ് ചെയ്തൊരു ഒരു അഡീഷണലായിട്ട് കുറച്ചുകൂടെ വിവരങ്ങൾ കിട്ടാൻ വേണ്ടി ചോദിച്ചൊരു ചോദ്യമായിട്ടാണ് ഞാനതിനെ ഉൾക്കൊള്ളുന്നത്. എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ വിവരസാങ്കേതിക വിജ്ഞാനം, അതിൻ്റെ ഒരു ഫാസ്റ്റായിട്ടുള്ളൊരു ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്സ്, ഇത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ആർജിക്കുന്നത് കുട്ടികളാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഏത് രീതിയിൽ കുട്ടികളെ പിന്നീടത് അവരുടെ ഈ പറഞ്ഞ പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചു വന്നിരുന്ന ഈ പറഞ്ഞ വിഷയങ്ങൾ നിന്ന് ഉപരിയായിട്ട് പലതും വിരൽത്തുമ്പി കിട്ടുന്നത് കൊണ്ട് ഇനി ഈ ഫോമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സ്കൂളിങ്ങും ഹയർ എഡ്യൂക്കേഷനും വേണ്ടതുണ്ടോ, അതല്ലാതെ തന്നെ എല്ലാം ChatGPT മറ്റൊരു രീതിയിലും കിട്ടുക. അതെ അതിലേക്ക് വരുന്നു. അപ്പം അങ്ങനെ ഉള്ളൊരു രീതിയിലേക്ക് കുട്ടികൾ ഇത് ചെയ്യാം. അവരുടെ ഒരു എന്താ പറയുക,
അവരുടെ കൗതുകവും മറ്റുമൊക്കെ വേറൊരു രീതിയിലേക്ക് മാറുന്നുണ്ട്. അവരുടെ ഈ പറഞ്ഞതുപോലുള്ള ബിഹേവിയർ ആസ്പെക്ട്സിലും അതിനകത്ത് മാറ്റം വരുന്നുണ്ടെന്നുള്ളൊരു ആശങ്ക ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ മാഡത്തിനുൾപ്പെടെ എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. അതിനെ നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം, എങ്ങനെ അതിനെ കറക്റ്റ് ചെയ്ത് കുട്ടികളെ ഫോമൽ എഡ്യൂക്കേഷൻ രീതിയിലൂടെ വരണം. തീർച്ചയായിട്ടും അതിനാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ സ്കൂളിംഗ് എന്ന് പറയുന്നത് ഇത് എല്ലാ കാലത്തും ആവശ്യമാണ്. ഒരുപക്ഷെ ഭാവിയിൽ ഇപ്പം നമ്മൾ പെൻ ആൻഡ് പേപ്പർ മെത്തേഡ്, ചോക്ക് ആൻഡ് ഡോക്ക് മെത്തേഡിലൂടെയുള്ള വിദ്യാഭ്യാസത്തിൽ നിന്ന് ഓൺലൈൻ രീതിയിലുള്ള എഡ്യൂക്കേഷനിലേക്ക് വന്നു. പക്ഷേ എക്സാമിനേഷൻ ഓൺലൈൻ, നീറ്റ് ജെഇ പോലുള്ളവയൊക്കെ വരുന്നുണ്ട്. മാത്രമല്ല മറ്റ് പല എക്സാമിനേഷൻസ് ഇതിനോടകം തന്നെ നെറ്റ് എക്സാമിനേഷനൊക്കെ തന്നെ ഇപ്പോൾ ഓൺലൈനാണ്. അപ്പോൾ ആ രീതിയിൽ പക്ഷേ പ്ലസ് ടു ബോർഡ് എക്സാമിനേഷൻ ഉൾപ്പെടെയും 10th ബോർഡ് എക്സാമിനേഷനും ഒക്കെ ഓൺലൈനായിട്ട് വന്നേക്കാമെങ്കിലും ബാക്കി സ്കൂൾ തലത്തിലുള്ള വിദ്യാഭ്യാസം പലപ്പോഴും തരത്തിൽ കോവിഡ് സമയത്ത് അധികമായി പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇത് പബ്ലിക്കിൽ നിന്നുള്ള ഒരു പൾസ് മനസ്സിലാക്കിയിട്ടാണ്. കോവിഡ് സമയത്ത് നമ്മളെല്ലാം ഓൺലൈനായി. അപ്പോൾ സ്കൂളുകളുടെ ആവശ്യമുണ്ടോ? ഇനി കെട്ടിടങ്ങൾ എന്തിനാണ് നിർമ്മിക്കുന്നത്, എന്തിനാ ഇത് ബെഞ്ചും ഡെസ്കുമൊക്കെ ഉണ്ടാക്കുന്നത്, എന്തിനാ ഇൻഫ്രാസ്ട്രക്ചർ ഇത്രയൊക്കെ ഒരുക്കുന്നതൊക്കെ എന്നോട് തന്നെ പലരും സ്നേഹത്തോട് ചോദിച്ചിട്ടുണ്ട്. കാരണം അനാവശ്യമായി പൈസ കൊടുക്കുന്നത് എന്തിനാ? അന്നും ഞാൻ പറഞ്ഞിരുന്നു, ഇതൊന്നും ഒരിക്കലും നിൽക്കാൻ പോകണില്ല. ഈ പറയുന്ന നമ്മൾ പഠിച്ചു വന്നിരുന്നത് പോലുള്ള ഈ ചോക്ക് ആൻഡ് ഡോക്ക് മെത്തേഡ്, പെൻ ആൻഡ് പേപ്പർ റൈറ്റിങ്ങും ഒക്കെ സ്കൂൾ തലത്തിൽ തുടരുക തന്നെ ചെയ്യും. അഥവാ സ്കൂളിംഗ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള അധ്യാപകരുടെ നൽകുന്ന വിദ്യാഭ്യാസത്തിലുപരിയായി ഏറ്റവും പ്രധാനം ഞാൻ പറഞ്ഞു പിയർ ഗ്രൂപ്പ് ലേണിംഗ് ആണ്. ആ പിയർ ഗ്രൂപ്പ് ലേണിങ്ങിനുള്ളൊരു അറ്റ്മോസ്ഫിയർ സ്കൂളിലല്ലേ കിട്ടുകയുള്ളൂ. ആ സ്കൂളിൽ കിട്ടുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അതിലൂടെയാണ് കുട്ടികൾ യഥാർത്ഥത്തിൽ റിയലായിട്ടുള്ളൊരു ഗ്രോത്ത്, അത് ഒരു എന്താ പറയുക, ശാരീരികമായിട്ടുള്ള വളർച്ചയല്ല, മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള വളർച്ച പോലും കുട്ടികൾക്കുണ്ടാകുന്നത് അവരുടെ അതേ ഏജ് ഗ്രൂപ്പിലുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്തുന്നതിലൂടെയാണ്. അപ്പോൾ ഇത്തരത്തിൽ മറ്റ് ഈ പറഞ്ഞ IT സപ്പോർട്ടോടുകൂടിയുള്ള അറിവ് കുട്ടികൾ ആർജിക്കുന്നിടത്ത് തന്നെ മറ്റ് രീതിയിലുള്ള അറിവും കുട്ടികൾക്ക് കാരണം മാത്തമാറ്റിക്സ് എന്ന് പറയുന്നതിനകത്ത് വരുന്ന അഡീഷനും മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനും സബ്സ്ട്രാക്ഷനും ഒക്കെ ഈ പറഞ്ഞതിൽ നിന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെ സയൻസിൻ്റെ, ഫിസിക്സിൻ്റെ, കെമിസ്ട്രിയുടെ, ബയോളജിയുടെ, ഇത് നമ്മൾ നേച്ചറിലുണ്ടാകുന്ന, പ്രകൃതിയിലുണ്ടാകുന്ന മറ്റ് പല കാര്യങ്ങളും നമ്മുടെ സബ്ജക്ട്സുമായി റിലേറ്റ് ചെയ്ത് കുട്ടികൾ പഠിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളത് വ്യക്തി സംശയമൊന്നുമില്ല. ലാംഗ്വേജ് എന്ന് പറയുന്നത് അത് റീഡിങ് ആയിരുന്നാലും സ്പീക്കിംഗ് ആയിരുന്നാലും ലിസണിങ് ആയിരുന്നാലും റൈറ്റിംഗ് ആയിരുന്നാലും സ്കിൽസ് എല്ലാം തന്നെ ഡെവലപ്പ് ചെയ്യുന്നത് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതൊന്നും അവസാനിക്കില്ല. അതെല്ലാ എന്തായാലും ഈ ഒരു നൂറ്റാണ്ടെങ്കിലും ഉറപ്പായിട്ടുണ്ടാവും. നമ്മളിപ്പോൾ 2025 നിൽക്കുന്നുള്ളൂ. ഇനി ഈ നൂറ്റാണ്ട് തീരാൻ 75 വർഷമുണ്ട്. ആ 75 വർഷത്തേക്കെങ്കിലും തീർച്ചയായിട്ടും എല്ലാം നിലനിൽക്കും. അതിനുശേഷമുള്ളത് നമുക്കിപ്പോൾ പ്രിഡിക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതായാലും ശരി. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ബാക്കിയുള്ള ഈ ചേഞ്ചസ് അവരുടേതായിട്ടുള്ള മാഡം രണ്ടാമത് സൂചിപ്പിച്ചതെന്ന് പറയുന്നത് ഒന്ന് ആവർത്തിക്കാമോ? ഇമോഷണൽ. യെസ്. അത് ഞാൻ ആ വാക്ക് കിട്ടാനായിട്ടാണ് ചോദിച്ചത്. അതായത് മുൻപ് നമ്മുടെ നാട്ടിൽ ഐക്യുവിനെ കുറിച്ചാണ് കൂടുതൽ നമ്മൾ അറിഞ്ഞിരുന്നതും കേട്ടിരുന്നതും മനസ്സിലാക്കിയിരുന്നത്, ഇൻ്റലിജൻറ്റ് കോഷ്യൻറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇമോഷണൽ കോഷ്യൻറ്റിനെ കുറിച്ച് ആരും കേട്ടിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല, പഠിച്ചിട്ടില്ല. 80കളിലാണ് യഥാർത്ഥത്തിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് ഗോൾഡ്മാൻ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റും ആദ്യമായിട്ട് പറഞ്ഞു തുടങ്ങുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ചും. അത് കഴിഞ്ഞിട്ടാണ് സോഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചും, അത് കഴിഞ്ഞിട്ടാണ് പാഷൻ ഇൻ്റലിജൻസിനെ കുറിച്ചും. ഐക്യു കഴിഞ്ഞ് EQയും PQയും SQയും ഒക്കെ പിന്നെ വന്നതാണ്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ യഥാർത്ഥ ഇമോഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് പണ്ടേ ഇമോഷൻസ് ഉണ്ട്, പക്ഷേ ആ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്, ഇമോഷണൽ കോഷ്യൻറ്റ് എന്ന് പറയുന്നതും നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള വളർച്ചയുടെയും ഔദ്യോഗിക രംഗത്തുള്ള പ്രവർത്തന മേഖലകളിലുമൊക്കെ ഇതൊരു വലിയ ഘടകമാണ്. അതുമാത്രമല്ല നമ്മുടെ സോഷ്യൽ അനിമലാണെന്ന് പണ്ടേ നമുക്കറിയാമെങ്കിലും നമ്മൾ സോഷ്യൽ ഇൻ്റലിജൻസ് ഉള്ളവരാണോ എന്ന് പലപ്പോഴും നമുക്ക് സംശയം തോന്നും. കാരണം സോഷ്യലൈസേഷനിൽ ചിലർ വീക്കാവും, ചിലർ അനാവശ്യമായിട്ടൊരു സമൂഹത്തിൽ പോയി അവിടെ ഒരു ഇഷ്യൂസ് ഉണ്ടാക്കും, മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇമോഷണൽ കൺട്രോൾ വേണം എന്നുള്ളത് മനസ്സിലാക്കി തുടങ്ങിയത് നമ്മൾ തന്നെ 80കൾക്ക് ശേഷമാണ്. വാസ്തവമാണ് പറയുന്നത്. 80കൾക്ക് മുമ്പ് വരെ EQ എന്താണ്, PQ എന്താണ്, SQ എന്താണെന്ന് ഞാൻ കേട്ടിട്ടില്ല, ഞാൻ പഠിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ആരും കേട്ടിട്ടില്ല, ആരും പഠിച്ചിട്ടില്ല.
അത് കേട്ടില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മുടെ കുട്ടികളുടെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഇമോഷണൽ ഇൻബാലൻസിനെ കുറിച്ച് ഒക്കെ സംസാരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും കുട്ടികളെ ഈ പറഞ്ഞ രീതിയിൽ സയൻസും സോഷ്യൽ സയൻസും മാത്സും പഠിപ്പിക്കുന്നത് പോലെ തന്നെ കുട്ടികളുടെ ഇമോഷൻസ് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത് മാതൃകാപരമായി അധ്യാപകർ കാട്ടിക്കൊടുക്കണം. മാതൃകാപരമായി ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന മാത്സ് പഠിപ്പിക്കുന്നത് പോലെ മറ്റുള്ളത് പഠിപ്പിക്കും പോലെ അത് എങ്ങനെ കാട്ടിക്കൊടുക്കേണ്ടത്? വീട്ടിൽ തന്നെ രക്ഷകർത്താക്കൾ അച്ഛനും അമ്മയുമാണ് ആദ്യം കാട്ടിക്കൊടുക്കേണ്ടത്. അച്ഛനും അമ്മയും കൂടെ നീ എന്തിനാണ് എൻ്റെ വഴക്ക് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെയാണ് ഇമോഷൻ ഇംബാലൻസ് ഉണ്ടാകുന്നത്. അത് അമ്മയും അച്ഛനും കൺട്രോൾ ചെയ്യണം. അധ്യാപകരും ക്ലാസ്സിൽ യഥാർത്ഥത്തിൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികൾക്ക് നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അടിച്ചാൽ തിരിച്ചടിക്കും, അല്ലെങ്കിൽ ഞാൻ ദേഷ്യപ്പെട്ടാൽ തിരിച്ചെന്നോട് അതുപോലെ ദേഷ്യപ്പെടും എന്ന രീതി. കാരണം എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും കുട്ടികളാണ്. അപ്പോൾ ആ ഒരു തരത്തിലുള്ളൊരു തിരിച്ചറിവ് കുട്ടികളിൽ വളർത്തിയെടുക്കാനായിട്ട് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ കഴിയുമ്പോൾ ഇമോഷൻസിൻ്റേതായ പ്രാധാന്യം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ യഥാർത്ഥത്തിൽ അറിവ് നേടുന്നതിനേക്കാളും തിരിച്ചറിവ് നേടുന്നതാണ് നമ്മൾ എന്നും പറയാറുണ്ട്. ആ തിരിച്ചറിവ് എന്ന് പറയുന്നത് ക്ലാസ് റൂമുകളിലൂടെ, വീടുകളിൽ അങ്കണത്തിലൂടെ നമ്മൾ നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഇമോഷൻ എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യേണ്ട ഒരു വികാരമാണ്. എന്നാൽ നമുക്ക് ഇപ്പോൾ സിനിമാ തിയേറ്ററിൽ പോയിരുന്ന് ഉറക്കെ ചിരിക്കാം, ഉറക്കെ ആസ്വദിക്കാം, ഉറക്കെ വേണമെങ്കിൽ ഒരു പക്ഷേ നമുക്ക് യഥാർത്ഥത്തിൽ അവിടെ നാട്ടുപാളികളിൽ കാണുന്ന പലതും കണ്ടിട്ട് ഒരു പക്ഷേ കണ്ണുനീര് വരുന്ന ഇമോഷൻസും ഉണ്ടാവാം, വികാരപരമായിട്ടുള്ള പലതരത്തിലുള്ള വികാരങ്ങളുണ്ടാവാം. ഈ എല്ലാ വികാരങ്ങൾക്കും എല്ലാവരും ഒരുപോലെ തന്നെ വിധേയരാകുന്നവരാണ്. അപ്പോൾ ക്ലാസ് റൂമിനകത്ത് ക്ലാസ് റൂമാണെന്നും ആ ക്ലാസ് റൂമിനകത്ത് നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യേണ്ടതാണെന്നും ഒരിക്കലും യഥാർത്ഥത്തിൽ പ്രകോപനപരമായിട്ട് മറ്റൊരു കുട്ടിയോട് ദേഷ്യപ്പെടാനോ അടി ഉണ്ടാക്കാനോ മറ്റുള്ള ആളെ പ്രകോപിപ്പിക്കാനോ പാടില്ല എന്നുള്ളൊരു ബോധ്യം കുട്ടികളിൽ ജനിപ്പിക്കാനായിട്ട് വീട്ടിൽ നിന്നേ തന്നെ പറഞ്ഞ് ശീലിപ്പിച്ച് വിടാവുന്നതാണ്. അധ്യാപകർക്കും അത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ കുട്ടികളുടെ ഇമോഷൻസിൻ്റെ ഇമ്പോർട്ടൻസ്. അതുപോലെ പിന്നെ ഞാൻ രണ്ട് കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ആഡ് ചെയ്യാം. പാഷൻ കോഷ്യൻറ്റ്. സാധാരണ ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത്, ഞാനിവിടെ ഇരിക്കുന്നത് എൻ്റെ പാഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് ആയതുകൊണ്ടാണ്. അല്ലെ ഇതുപോലെ സംസാരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു വളരെ എനിക്ക് തന്നെ ഒരു കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷനാണ്. അതുകൊണ്ടാണ് അത് എൻ്റെ ഒരു പാഷനായിട്ട് ഞാൻ അതിനെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടു നടക്കുന്നത്. ഓരോരുത്തരും അവരുടെ പാഷനിലാണ് അവരവർ വിജയിക്കുന്നത്. അത് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവരവരുടെ പാഷൻ കണ്ടെത്തും, തിരിച്ചറിയും. അതുപോലെയാണ് സോഷ്യൽ കോഷ്യൻ്റ് എന്ന് പറയുന്നത്. സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ സോഷ്യൽ കോഷ്യൻ്റ് വേണം. ഇല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മളിതുപോലെ മാർക്കറ്റിൽ പോയി ചന്തയിൽ ബഹളം വെക്കുന്നു എന്ന് പറയുന്നത് പോലെ സ്കൂളിൽ വന്ന് ബഹളം വെക്കും, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ പോയി ബഹളം വെക്കും, അല്ലെങ്കിൽ ടോയ്ലറ്റിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബഹളം വെക്കുന്നത്. അതൊന്നും പാടില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് കുട്ടികൾക്ക് പരിശീലിപ്പിക്കാൻ ഒരേ രീതിയിൽ രക്ഷിതാക്കളും അധ്യാപകരും ഒന്നുപോലെ കുട്ടികളോട് സ്നേഹബുദ്ധിയാണ് പറയണമെന്നാണ് ഞാൻ പറയുന്നത്. ദേഷ്യത്തോടുകൂടി പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഇമോഷൻ രക്ഷിതാവിന് നഷ്ടപ്പെടുന്നു, കൺട്രോൾ നഷ്ടപ്പെടുന്നു, അധ്യാപകർക്കും ആ കൺട്രോൾ നഷ്ടപ്പെടുന്നു. അത് കുട്ടികൾക്ക് അതായിരിക്കും പിന്നെ കുട്ടികൾ പകർത്തുന്നത്. സോ വി ആർ ദ മോഡൽസ്. വി ഹാവ് ടു ബിക്കം ദ മോഡൽസ് ഫോർ അവർ ചിൽഡ്രൻ in every aspect, both the parents as well as the teachers. ഇന്നത്തെ ഈ ഒരു സെക്ഷനോടുകൂടി തന്നെ രക്ഷിതാക്കൾക്കുള്ള പല സംശയങ്ങളും സാറിൻ്റെ മറുപടിയിലൂടെ മാറിക്കിട്ടിയെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം സാറിൻ്റെ ഈ ഉത്തരങ്ങളിൽ നിന്നെല്ലാം എനിക്ക് കിട്ടിയൊരു ഇതെന്ന് പറയുന്നത് ശാശ്വതമല്ലാത്ത ഒന്നിനെയും പേടിക്കേണ്ട എന്ന് തന്നെയാണെന്ന് തോന്നുന്നു, അല്ലേ സാർ? തീർച്ചയായിട്ടും അതെ. അപ്പം ഈ ഒരു വിലപ്പെട്ട സമയം ഇത്രത്തോളം ഇൻഫോർമേറ്റീവായിട്ട് രക്ഷിതാക്കൾക്ക് ഇരിക്കുന്ന ജ്യോതിസിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി മാത്രമല്ല സാർ സംസാരിക്കുന്നത്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ രക്ഷിതാക്കൾക്കും വേണ്ടിയിട്ടാണ് സാർ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ സംസാരിച്ചത്. അപ്പം എല്ലാവർക്കും വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള കുറച്ച് സമയമാണ് സാർ ഇന്ന് തന്നിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. അപ്പം ഒരുപാട് നന്ദി സാർ. താങ്ക് യു ടീച്ചർ. താങ്ക് യു ഡിയർ പാരൻസ്.